ഒരു ബിരിയാണി വെച്ച കഥ കേട്ടോ. ഇന്ന് വർക്കൊന്നുമില്ല, ഇന്ന് ലീവാണ്, വീട്ടിൽ തന്നെ ഇരിക്കാനാണ് പരിപാടി. അപ്പോൾ രാവിലെ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മനോട് പറഞ്ഞ് നമുക്കൊരു ബിരിയാണി ഓർഡർ ഉണ്ട്, ഒന്ന് വെക്കാൻ സഹായിക്കുമെന്ന്. ഓക്കെ. അപ്പോൾ നമ്മളെ പണിയൊക്കെ തുടങ്ങി, അരി ഏകദേശം സെറ്റ് ചെയ്ത് കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങി. അപ്പോൾ നമ്മളെ അടുക്കള വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കൊരു ഹെൽപ്പറായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഏകദേശം നമ്മൾ ചോറുള്ള അരി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ നോക്കി തീ കടാതെ നോക്കിയിട്ടാണ് ഞാൻ ചിക്കൻ നമ്മളൊന്ന് പൊരിച്ചിട്ടാണോ ഇടാൻ നിൽക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കനിൽ മുളക്, ഉപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അമ്മന്നെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടമൊക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം പൊരിക്കാനുള്ള ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളോരോ കലവിരുതാട്ടാ. അങ്ങനെ എണ്ണ ഒഴിച്ച് അത് പൊരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മളെ ചോറ് അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് ഏകദേശം ദമ്മിടാനുള്ള സെറ്റപ്പിൽ നമ്മളത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മന്നെ ഇട്ടാ കാര്യങ്ങൾക്ക് ഫുള്ള് മേൽനോട്ടം വഹിക്കുന്നത്. അമ്മയ്ക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് ഡെലിവറി, ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ്. രാത്രി പൊരിക്കാനുള്ള 2 കാല് ഞാൻ വേറെ മാറ്റി വെച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ ഏകദേശം ആയി. ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ദമ്മ് ഏകദേശം സെറ്റായി വരുന്ന സമയം കൊണ്ട് അമ്മ അതിനുള്ള സലാഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ദമ്മ് പൊട്ടിച്ചിട്ടാ നമ്മൾ വിചാരിച്ചതിന് സെറ്റപ്പായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളമ്മ. അപ്പോൾ ബിരിയാണി ഏകദേശം സെറ്റായിട്ടുണ്ട്. ആദ്യത്തെ ടേസ്റ്റ് ഒക്കെ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാനുള്ള ഓർഡറിനുള്ള ബിരിയാണികളൊക്കെ നമ്മൾ ഏകദേശം പൊതിയാക്കി സെറ്റാക്കി അവർക്കുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്കുള്ളത് വേറെ മാറ്റി വെച്ച്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, നേരം പോക്കാക്കിയിട്ട് നമ്മളൊരു ബിരിയാണിയൊക്കെ ആക്കി സെറ്റാക്കിയതാണ്.